അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടില്ലേ, കപ്പക്കിഴങ്ങാണ്. കപ്പക്കിഴങ്ങ്. അപ്പോൾ കപ്പക്കിഴങ്ങ് കൊണ്ടുള്ള സംഭവമാണ് നമ്മളിന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പിച്ചാത്തി കണ്ടോ? ഈ പിച്ചാത്തി കാണിച്ചേ. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച പിച്ചാത്തിയാണ് ഗൈസ്. കത്തി. നിങ്ങളുടെ അവിടെയൊക്കെ കത്തിയും തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇതെൻ്റെ ബ്രോ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇങ്ങോട്ട് അടുത്ത് പാടും. ഇതെൻ്റെ ബ്രോ എനിക്ക് വാങ്ങിച്ചു തന്ന കത്തിയാണ്. കാരണം നമ്മുടെ ഇവിടെ കത്തിയൊക്കെ ഇങ്ങനെ ഒരു വൈകാം കൊള്ളിയാൽ അതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം നമുക്ക് ഈ കത്തി ഉപയോഗിച്ചാണ് നമ്മൾ ഈ കപ്പക്കിഴങ്ങിനെ വെട്ടി മുറിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ കപ്പ കഴുകാം. നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. നമ്മുടെ കപ്പക്കിഴങ്ങൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വെള്ളത്തിലോട്ടിട്ട് എന്താണെന്നറിയാമോ, ഇതിങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ ഉള്ള മണ്ണും സാധനങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീവെടുത്താൽ മതി. നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഗൈസ്. താങ്ക് യു ശരത്ത് ബ്രോ. കാരണം ഞാൻ കൊള്ളയില്ലാത്ത കത്തി വെച്ചാണ് ചെയ്യണതെന്ന് പറഞ്ഞാൽ അവൻ പുതിയത് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് വരുത്തിയാണ് എൻ്റെ ചാനലിലേക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചുരണ്ടി മുറിക്കുകയാണ്. എടാ നോക്കിയേ ഗൈസ്, ഇതാ നല്ല വൈറ്റ് കളറായിട്ട് വരുന്നു. നോക്കിയേ, നല്ല വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. കണ്ടോ? നോക്കിയേ ഒന്ന് കണ്ടോ? വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പുറത്തുള്ള സാധനമൊക്കെ ഇങ്ങനെ ചീകി കളയുമ്പോഴത്തേക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കപ്പക്കിഴങ്ങ് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോൾ കപ്പയല്ലേ വാങ്ങിക്കാറ്. കപ്പക്കിഴങ്ങ് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മൂർച്ചയുണ്ട്. ഞാൻ കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കയറിയിരിക്കുകയാണേ. എനിക്ക് വയ്യ ഗൈസ്. ഒരു കപ്പക്കിഴങ്ങ് ചിരണ്ടിയപ്പോൾ തന്നെ എൻ്റെ പണി പാലും വെള്ളത്തിൽ തീർന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തയാളെ കയറ്റിയിരിക്കുകയാണ് ഈ കപ്പക്കിഴങ്ങ് ചിരണ്ടാനായിട്ട്. അതേ നമ്മുടെ സ്ഥലമൊക്കെ കണ്ട ഈ കാടിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. എന്താ ബ്യൂട്ടിയാണെന്ന് നോക്കിയ ഗൈസ്. ഇത് തെങ്ങിൻ്റെ ചുവട്ടിൽ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ? നമ്മൾ ഇന്ന് ഈ ചട്ടിയിലാണ് നമ്മുടെ കപ്പക്കിഴങ്ങ് പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് വഴിയെ മനസ്സിലാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കൈ ശരിക്കും മുറിഞ്ഞല്ലോടി. അമ്മേ, ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ. നല്ല മൂർച്ചയാണ് കത്തിക്ക്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ കത്തി ഇരിക്കുന്നത് കണ്ടോ? ഇന്നാണ് നമ്മളത് റിവീൽ ചെയ്യുന്നത്. കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കപ്പക്കിഴങ്ങിൻ്റെ പരിപാടി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളത്തില്ലായിരുന്നു ആ ഭാഗം. അപ്പോൾ നമ്മൾ കപ്പക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാൻ പോവുകയാണ് വിത്ത് സ്പെഷ്യൽ റെസിപ്പി. നല്ല വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. എന്താ സത്യം പറഞ്ഞാൽ നമ്മുടെ മറ്റേ കപ്പേനെ പോലെ ഇങ്ങനെ കുത്തി പൊളിച്ച് പാടത്രയൊന്നും ഇല്ലല്ലേ. പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് കഴിക്കുമ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വേടിയെടുക്കും. ഇങ്ങനെ പച്ചക്ക് വെച്ച് ആണല്ലേ. നമ്മുടെ മറ്റേ കപ്പ കഴിക്കുന്ന പോലത്തെ അത്ര സുഖമില്ല. പക്ഷെ മറ്റേ മധുരക്കിഴങ്ങ് അത് വേറെ ടൈപ്പാണല്ലേ. സ്വീറ്റ് പൊട്ടറ്റോ, റോസ് കളറില്ല അതല്ലേ. ഇത് കപ്പക്കിഴങ്ങ് എന്തൊക്കെ ടൈപ്പാണ് അമ്മോ. ഇപ്പം നമ്മുടെ കാടൊക്കെ കൂടെ കാണിച്ചിരാൻ കണ്ടോ? അതേ പോകുന്ന വഴിയിൽ നമ്മുടെ കാടൊക്കെ കൂടെ കാണിച്ചിരാം. ഇതാണ് നമ്മുടെ കാട്. ഈ കാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എൻ്റെ ചെടിയൊക്കെ ഉണ്ട്. എന്താ ചെടിയൊക്കെ കണ്ടോ? ഇത് ഞാൻ വളർത്തുന്ന എൻ്റെ മാത്രം ഏരിയയാണിത്. അതെ, കപ്പക്കിഴങ്ങ് അരിഞ്ഞ് നമ്മുടെ കത്തി കൊണ്ട് പുതിയ കത്തി നമ്മളിന്ന് ഉദ്ഘാടിച്ചിരിക്കുകയാണ് ഗൈസ്. ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഞാൻ മറിഞ്ഞടിച്ച് പുറകോട്ട് വീണേനെ. അപ്പോൾ നമ്മുടെ കപ്പക്കിഴങ്ങിൻ്റെ പരിപാടി. കപ്പക്കിഴങ്ങ് കഴിക്കാനാണോ എന്നറിയത്തില്ല. പൂജ കപ്പക്കിഴങ്ങ് കഴിക്കാൻ വന്നേ.
അപ്പം നമ്മൾ കപ്പ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരുന്നതിനുള്ളിൽ കപ്പ ഇവിടെ പകുതിയും അരിഞ്ഞ് തീരാറായോ ഗൈസ്. ഞാൻ അരിയണോ? അപ്പോൾ അരിയാൻ കണ്ടിട്ട് എനിക്ക് അരിയാൻ കൊതി വരുന്നുണ്ടേ. ശരിയാകത്തില്ല, ഭയങ്കര കട്ടിയാണല്ലേ. ഓ എൻ്റെ അമ്മ. അപ്പം നമ്മുടെ കപ്പക്കിഴങ്ങിൻ്റെ അവസാനഘട്ട മിനുകപണികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് അടുപ്പിലേക്ക് വെക്കേണ്ടതാണ് അടുത്ത ജോലി. കപ്പപ്പുഴുക്കെന്നൊക്കെയാണ് വായി വരുന്നത്. കപ്പക്കിഴങ്ങ് ഇത് പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? കപ്പ ഞാനിതങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ പണ്ടപ്പോഴും കഴിച്ചു. അമ്മേ കഴിഞ്ഞ് എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു കിഴക്കത്ത്. കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ വേറെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടീസൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ കപ്പ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ തീ കത്തിക്കാനൊക്കെയാണ് ഇരിക്കുന്നത്. ചുള്ളിക്കമ്മിൻ്റെ ഇടയ്ക്കാണ് ഞാനിരിക്കുന്നത്. തീയൊക്കെ പിടിപ്പിച്ചു. നൈസായിട്ട് നമ്മുടെ കപ്പ കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് വെച്ച് വേവിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് കാന്താരി മുളക് പറിച്ചെടുത്ത് വാഴത്തോട്ടത്തിനകത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മറ്റേ സാധനം പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷമാമ് കുഞ്ഞത്തെ പടർന്ന് പിടിക്കൂടാ ശരിക്കും. കുറച്ചുകൂടി ഇത് മത്തങ്ങയാണോ? മത്തനാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കാന്താരി പറിക്കാം. കാന്താരിയുടെ ഇന്നും വിഷയം മാറിപ്പോയി. എവിടെ നമുക്ക് കാന്താരി കാണിച്ചു കൊടുത്തേ. കാന്താരി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, എന്നാലും കാണിച്ചോ. ഉണ്ടോ ഇതിനകത്തുനിന്ന് കുറച്ച് കാന്താരി നമുക്ക് അടർത്തി എടുക്കുന്നത്. പൂ പിടിച്ചിരിക്കണം. ഞാൻ കുറച്ച് പറിച്ചെടുക്കുകയാണ്. കാന്താരി ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ കപ്പക്കിഴങ്ങിന് ചെറിയ മതിച്ചും കാന്താരിയാണ്. കാന്താരി ഇങ്ങനെ പിടിക്കുവാണ്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും കാന്താരിയുടെ ഇഷ്ടത്തിന് കാന്താരി പിടിക്കുന്നു. ഇതാ ഒരു കുഞ്ഞാപ്പ് ഇത് ഇവിടെ പഴുത്ത് നിൽപ്പുണ്ടേ. കണ്ടോ, ഒരു കുഞ്ഞെണ്ണ കണ്ടോ, കുഞ്ഞു അവനവിടെ നിന്നോട്ടെ, പാവം കുഞ്ഞാപ്പി. കുറച്ച് മതിയല്ലേ എടി? കുറച്ചെടുത്തു. ഒരുപാടായ ഇരുന്ന് എടുക്കുക. കുറച്ച് രൂപക്കുള്ള നല്ലത്. നമ്മുടെ വാതിക്കെ നിൽക്കുന്നവരും ഉണ്ടായിരുന്നു കുറച്ച്. ഇവിടെ നിന്ന് ഇത്രയും പറിച്ചിത്രയും മതിയിടി, നമുക്ക് വാതിക്കേന്ന് പറിക്കാം. എന്താ ഇത്രയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഉണ്ടാക്കാനുള്ള സാധനമാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കാന്താരി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള. ഉള്ളിയായിരുന്നു വേണ്ടത്, ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്ത്, പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വിനീഗറും പിന്നെ സോൾട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുമായിട്ട് വന്നു ഇതിവിടെ നമുക്ക് വെക്കാം. എന്നിട്ട് നമ്മുടെ കുഞ്ഞിപ്പിത്താട്ടിനെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സവാള ഇങ്ങനെ കുനുകുനായെന്ന് അരിഞ്ഞിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു കുഞ്ഞു തക്കാളി എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഒരെണ്ണം എടുത്താലും കുഴപ്പമില്ല. നമുക്കതും കൂടി ഇങ്ങനെ അരിഞ്ഞ് സോൾട്ടും വിനീഗറും കൂടെ നേരത്തെ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് അതും കൂടെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം.
ചതച്ച് കൊടുക്കാതെ നമുക്ക് കാണിച്ചു കൊടുത്തേ. നമുക്ക് ചതയ്ക്കാം. ഓക്കേ, ഇതിങ്ങനെ ചതച്ച് ചതച്ച് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊന്നും പുറത്ത് പോരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കെല്ലാം താരിയേ സീനാണ് തോന്നുന്നു. ഇങ്ങനെയാണ് വന്നത്. കൊള്ളാം. നല്ല എരിവ്. നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പക്കിഴങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഇവിടെ കപ്പ ഇവിടെ ഇങ്ങനെ വെട്ടി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാ. ഇനി ചെറിയൊരു മധുരമുണ്ട്. ആ മധുരവും ഈ എരിവും കൂടെ ആകുമ്പം സൂപ്പർ. അപ്പം നമ്മുടെ കപ്പക്കിഴങ്ങും കാന്താരി ചട്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.